അല്ല, ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ 2047 ഈ പ്രധാനമന്ത്രി അതുപോലെ ആഭ്യന്തരമന്ത്രിക്ക് ഇപ്പോഴേ തീഹാറിലായല്ലോ. ഇനി എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്തായിരിക്കും? ആശങ്കയുണ്ടോ? അതെ, അത് ഒരു കാര്യമുണ്ട്. ഖലീഫയാണ് പ്രധാനമന്ത്രി എന്ന് പറയരുത്. അതെ, SDPI PFI എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ചിത്രം. അതിനപ്പുറത്തേക്ക് ഇത് സമൂഹത്തിൽ വ്യാപിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് മുസ്ലിം ജനവിഭാഗത്തിന്റെ വിശ്വാസ്യത നേടിയെടുക്കുവാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ക്യാമ്പയിനുകൾക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇപ്പോ നേരിട്ട് SDPIയുടെ ഒരാളെയോ PFIയുടെ ഒരാളെയോ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രി ആക്കണം എന്ന് ഒരിക്കലും കരുതുന്നില്ല. അവർക്ക് വേണ്ടത് ഒരു രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയാൽ അവർ വളരെ സന്തുഷ്ടരാണ്. ഞാൻ അതിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ? അതായത് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടത് ഹിന്ദു നാമധാരിയായ ഒരു വ്യക്തിയെയാണ് അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഇപ്പോ ഒരു PK കുഞ്ഞാലിക്കുട്ടിയെ അവർക്ക് പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ടൊന്നും നോക്കി കാണിക്കാൻ താല്പര്യമില്ല. അവർക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ ബലദേവ് എന്ന് പറഞ്ഞ ആളാണെങ്കിൽ മതി, അല്ലെങ്കിൽ ഒരു VM സുധീരനെ കിട്ടിയാലും മതി, അല്ലെങ്കിൽ ഒരു VD സതീശനെ കിട്ടിയാലും മതി, അല്ലെങ്കിൽ ഒരു രാഹുൽ ഗാന്ധിയെ കിട്ടിയാലും മതി, പ്രിയങ്ക ഗാന്ധിയെ കിട്ടിയാൽ മതി. എന്താ ഒരു ഉദ്ദേശം വെച്ചാല് പേരിൽ ഹിന്ദു ആയിരിക്കുന്ന, ഹിന്ദുക്കളെ കൂടെ ഐവോഷ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അതിനെ 100% പോപ്പുലർ ഫ്രണ്ട് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരൊന്നും ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ല. ഇവരൊക്കെ വെറും പിണിയാളുകളും കൈയാളുകളും മാത്രമാണ്. സത്യത്തിൽ ഈ ആശയമാണ് എന്നെയും ജനാധിപത്യവാദികളെയും ഭയപ്പെടുത്തുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് ഇവിടെ വരെ എത്തിയത്? നേരത്തെ രാംകുമാർ സാർ പറഞ്ഞതുപോലെ സിമിയെ നിരോധിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ പ്രശ്നം തീർന്നു എന്ന് വിചാരിച്ചു. സിമിയെ നിരോധിച്ചു, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയെ. ആ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് നിരോധിച്ചപ്പോൾ അടുത്ത പരിപാടി വന്നു. അടുത്ത പരിപാടി നിങ്ങൾ ഓരോ ദിവസവും ഇപ്പൊ വെൽഫെയർ പാർട്ടി, ഞങ്ങൾ വാർഫെയർ പാർട്ടി എന്നാണ് വിളിക്കുന്നത്, എങ്കിലും വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയത് ആരാണ്? ഈ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് കലാസാംസ്കാരിക സംഘടനകളിൽ അടക്കം നുഴഞ്ഞു കയറി പുതിയ സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യാവകാശം പറഞ്ഞുകൊണ്ട്, അറിയാലോ നമുക്ക് ഇവരുടെ NHRO, ഇവരുടെ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഉണ്ട് പോപ്പുലർ ഫ്രണ്ടിന്. ആരായിരുന്നു അതിന്റെ കേരളത്തിലെ മുഖം? മുകുന്ദൻ സി മേനോൻ. ആ മേനോൻ എന്നത് അവരെടുത്തു കളയാൻ ഈ മുകുന്ദൻ വിചാരിച്ചാലും സംഭവിക്കൂല. എന്റെ അടിസ്ഥാനം മനസ്സിലായി. EMS നമ്പൂതിരിപ്പാടുന്ന് ഇട്ടുകൊണ്ട് ഹിന്ദുക്കളുടെ മുഴുവൻ ആചാരങ്ങളെയും വേദങ്ങളെയും വരെ വെറും പൊട്ടപ്പാട്ടാണെന്ന് പറയിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ആത്മസുഖം ഇസ്ലാമിന് വേറെ കിട്ടാനില്ല. പുട്ടിന് പീര പോലെ ഹിന്ദുക്കളുണ്ട്. അതാ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ കാരണം ഞാൻ പറഞ്ഞത്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇസ് ട്രൈയിങ് എ വെരി വെരി ഇന്റലിജന്റ് ടെക്നീക്ക്. ഹമാസിനൊന്നും ഒരുപക്ഷെ പരീക്ഷിക്കാൻ ഒരു സാധ്യതയോ ഇല്ലാത്ത ഒരു ഓപ്ഷൻ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അസംഘടിതരാണ്. അവർക്ക് സ്വധർമ്മത്തെക്കുറിച്ചോ പരധർമ്മങ്ങളെക്കുറിച്ചോ അറിവില്ല. അവർ ഹാൻഡ് ടു മൗത്ത് ലിവിംഗ് ആണ് നടത്തുന്നത്. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല അവർക്ക്. അങ്ങനെ ഭൂസ്വത്തോ വലിയ ഇൻവെസ്റ്റ്മെന്റോ ഇല്ലാത്ത പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ ഇവിടെ പണത്തിന് കിട്ടും എന്ന ബോധ്യത്തിന്റെ പേരിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നത്. ഈ ഫണ്ട് മുഴുവൻ അങ്ങനെയാണ് പോകുന്നത്. ഈ മതം മാറ്റത്തിന്, ലവ് ജിഹാദിന്, ഇതിനെല്ലാറ്റിനും ഏജൻസീസ് ഇറങ്ങി തിരിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് വേണ്ടത് പേര് മാറ്റിക്കൊണ്ടുള്ള ഒരു ഇസ്ലാമിനെ അല്ല. പണ്ട് അടിമകളെ വാങ്ങിയിരുന്ന പോലെ പേര് മാറ്റാതെ എന്നാൽ ആശയപരമായ മാറ്റം വരുത്തിക്കൊണ്ട് ഇസ്ലാമിന് ചാവേറുകളെ സൃഷ്ടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന വാദങ്ങളെല്ലാം തന്നെ 99.99% എല്ലാം തന്നെയും പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിക്കുന്ന വാദങ്ങളാണ്. പോപ്പുലർ ഫ്രണ്ട് എന്താണോ മോദിക്കെതിരെ പറയുന്നത്, പോപ്പുലർ ഫ്രണ്ട് എന്താണോ BJPയുടെ ന്യൂനതയായിട്ട് കരുതുന്നത്, അത് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ഉന്നയിക്കാനുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ പ്രൈം മിനിസ്റ്റർഷിപ്പിലേക്ക് രാഹുൽ ഗാന്ധി ഉയർന്നു വന്നാലും പ്രിയങ്ക ഉയർന്നു വന്നാലും നടത്തുന്നത് PFIയുടെ ആശയങ്ങളായാൽ പോരെ. ഇതാണ് അവർക്ക് ലാഭ കച്ചവടം. ഇൻസ്റ്റെഡ് ഓഫ് നെയിമിങ് സംബഡി ഹു ഇസ് എ ബോൺ മുസ്ലിം, അതിനേക്കാൾ അവർക്ക് സന്തോഷം ഹിന്ദു നാമധാരിയായ പേരിന് വല്ലപ്പോഴും അമ്പലത്തിലൊക്കെ പോയി തിരിഞ്ഞു കളിക്കുന്ന ഒരാളെ കിട്ടിയാൽ മതി അവർക്ക്. അങ്ങനെ ഒരാളെ അവർക്ക് കിട്ടി. അതാണ് രാഹുൽ ഗാന്ധി എന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അതെ, അവരെന്തുകൊണ്ടാണ് നോക്കൂ, പിന്നെ യൂട്യൂബിൽ വലിയൊരു ഇൻഫ്ലുവൻസറെ കൊണ്ടുവന്നിട്ട് ജർമ്മനിയിൽ താമസിക്കുന്ന, അറിയാലോ, ഇൻഫ്ലുവൻസറെ കൊണ്ടുവന്നിട്ട് മോദിക്ക് വിദ്യാഭ്യാസമില്ല, മോദിയുടെ ഭാര്യ വണങ്ങിപ്പോയതാണ്, മോദി ഇങ്ങനെ മോദിയെ കുറിച്ചുള്ള എല്ലാ ഡാർക്ക് ചിത്രങ്ങൾ, മോദിയെ ഒന്ന് ഡീമനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരം വീഡിയോകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എന്താണ് ഇവിടെ ഒരു വലിയ ആശ്വാസകരമായ ഒരു മാറ്റം വന്നതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് ഇവിടുത്തെ ഹിന്ദു ജനസാമാന്യത്തിന്റെ ഇടയിൽ
ആരാണ് യഥാർത്ഥ ശത്രു എന്നൊരു ബോധം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം സോറോസും കൂട്ടരും ലോക സമ്പന്നന്മാരും പണം മുടക്കി ഈ ഇലക്ഷനെയും മറ്റും അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ട് പോലും ഇവിടെ വോട്ടിംഗ് നടത്തുമ്പോൾ ഹിന്ദുക്കൾ കോൺഷ്യസ് വോട്ടിംഗ്, അതായത് ബോധപൂർവകമായ വോട്ടിംഗ് തുടർന്നു എന്ന തെളിവാണ് മോദി വീണ്ടും അധികാരത്തിൽ വന്നത്. ഇപ്പോൾ അവർ മനസ്സിലാക്കി, ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ ലെറ്റേഴ്സ് ഒക്കെ അണേർത്ത് ചെയ്യുമ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സ് ഒക്കെ അണേർത്ത് ചെയ്ത് വരുമ്പോൾ വൺ ബെനിഫിറ്റ് ഐ എം സീയിങ് ഇസ് ഹിന്ദുക്കൾക്ക് കൂടുതൽ വ്യക്തമാവുകയാണ്, ഒരു കാരണവശാലും കോൺഗ്രസ് എന്ന പാർട്ടിയെ അല്ലെങ്കിൽ CPIM എന്ന പാർട്ടിയെ അധികാരത്തിലെത്തിച്ചാൽ അത് നമുക്ക് തന്നെ സ്വയം പാരയാവുന്ന ഒരു ബോധം ഹിന്ദുക്കളിൽ ഉണ്ടായിട്ടുണ്ട്. അത് മോദി ഇപ്പൊ മോദിയെ ഡീമനൈസ് ചെയ്ത്, മോദി കല്യാണം കഴിച്ച സ്ത്രീയോട് നീതി പുലർത്തിയില്ല, മോദിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല, മോദിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, ഇനി അല്ലെങ്കിൽ അതിലും വലിയ ആരോപണങ്ങളൊക്കെ എന്താണ് ധ്രുവ് റാഠിയിലൂടെ പുറപ്പെടുവിച്ചല്ലോ. പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എപ്പോഴും ഇതിൽ ചിരിക്കുന്ന സഖ്യകക്ഷികളെല്ലാം, ഇന്ത്യ മുന്നണിയിലുള്ളവരെല്ലാവരും തന്നെ പ്രോ ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് പണ്ട് മുതലേ എടുത്തു വന്നിട്ടുള്ളവരാണ്. അപ്പൊ പ്രോ ഇസ്ലാമിക് സ്റ്റാൻഡിനെ വിജയിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെയോ പ്രിയങ്കയെയോ ഒക്കെ മുന്നിൽ നിർത്തി ഫീൽഡ് ചെയ്തിട്ട് ഇന്നും നോക്കണം, ഇവരുടെ രാഷ്ട്രീയ തന്ത്രം വളരെ പഴഞ്ചനാണെന്ന് പറയാതെ വയ്യ. പണ്ട് നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ പലരും പറയാറുണ്ടായിരുന്നു, പിന്നെ മുനീർ തന്റെ കവിളിന്റെ മിനുസമുള്ള റോഡുകളല്ലേ നമുക്ക് ഉണ്ടാക്കി തന്നത്. എം കെ മുനീറിന്റെ ഇലക്ഷൻ പ്രചരണമാണ്. മുനീറിന്റെ തുടുത്ത് മിനുസമുള്ള കവിള് പോലെ റോഡുകളാക്കി തന്നില്ലേ മുനീർ സാഹിബിന് വോട്ട് ചെയ്യുക എന്ന്. അതായത് വെറും ഈ അമ്മായി കഥ മാത്രം പൈങ്കിളി കഥ മാത്രം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാം, ഹിന്ദുക്കളെ വോട്ട് കിട്ടുമെന്ന ചിന്ത തകർത്ത് കളഞ്ഞയാളാണ് മോദി. അതിന്റെ ഉദാഹരണമാണ് ഈ പ്രിയങ്കയ്ക്ക് ഇന്ദിരാഗാന്ധിയുടെ മൂക്കാണ്, മുടിയാണ്, ഇന്ദിരാഗാന്ധിയെ പറിച്ചു വെച്ച പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടോ ഇന്ന് എത്ര കരഞ്ഞിട്ടും ഹിന്ദുക്കളിൽ വലിയൊരു ശതമാനം ഇപ്പോൾ പണ്ടത്തെ പോലല്ല, കോൺഷ്യസ് വോട്ടിംഗ്, അതായത് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ സാംസ്കാരിക ബിംബങ്ങൾ അവഹേളിക്കപ്പെടാതിരിക്കാനാണ്, ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കാനാണ്, ഞങ്ങളുടെ മാനബിന്ദുക്കളെ കളിയാക്കാതിരിക്കാനാണ്, ഞങ്ങളുടെ സാംസ്കാരിക ഔന്നത്യത്തെ തകർത്ത് കളയാതിരിക്കാനാണ്, ഔറംഗസീബുമാരുടെ പുതിയ അവതാരങ്ങൾക്ക് അവസരം കൊടുക്കാതിരിക്കാനാണെന്ന ഒരു കൃത്യമായ ആന്റി ജിഹാദ് കോൺഷ്യസ്നെസ് ഭാരതത്തിൽ ഹിന്ദുക്കളുടെ ഇടയിൽ വിശേഷമായിട്ടും ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലും വളരെ ശക്തമായി വന്നിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് കേരളത്തിൽ പോലും നമ്മളെ ഒരു 10 കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പോൾ PC ജോർജ് അറസ്റ്റിലായപ്പോ പിന്നെ ജിഹാദികൾ വളരെ സന്തോഷിക്കുന്നുവെങ്കിലും കേരളത്തിലെ ക്രിസ്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റികൾ അതിശക്തമായതിനെ വിമർശിക്കാൻ കാരണം ഇവിടെ ഒരു ജിഹാദ് മെന്റാലിറ്റി ഉയർന്നു വന്നിട്ടുണ്ട്. ആ മെന്റാലിറ്റിയാണ് BJP ജയിപ്പിക്കുന്നത്. അതെ, ആ മെന്റാലിറ്റിയാണ് BJP ജയിപ്പിക്കുന്നത്. ഇവിടെയും അത് വന്നു എന്ന് പറഞ്ഞാൽ അത് CPIM-ന്റെയും കോൺഗ്രസ് മുന്നണിയുടെയും മരണമണിയാണെന്ന് അവരോർത്താൽ അവർക്ക് നല്ലത്.